നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ അടുത്ത അതിമനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളേതായാലും ഇന്നത്തെ എല്ലാം അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടിപ്പോൾ ഇവിടെ വന്നു സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകാനുള്ള ഒരു ചാൻസും കൂടെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ വളരെ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ബോട്ട് എടുത്ത് 150 രൂപയാണ് ഒരാളിന്. സാമ്പ്രാണിക്കൊടിയിൽ കൊണ്ടുവിടും, തിരിച്ചിവിടെ കൊണ്ടുവരികയും ചെയ്യും. അവിടെ കൊണ്ടിറക്കി വിടും. ഒരു മണിക്കൂർ അവിടെ എല്ലാം നമ്മൾ ഒന്ന് കറങ്ങി കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും. 150 രൂപയാണ്. 7 പേര് കൊള്ളുന്ന ബോട്ടാണ് ഇവിടെ നിന്ന് ഇതിന് സർവീസ് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും സാമ്പ്രാണിക്കൊടി പോകണമെന്ന് ഉദ്ദേശിച്ച് വന്നതല്ല. നമ്മളേതായാലും അവിടെ ഇറങ്ങി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതല്ല. പക്ഷേ വന്നു കഴിഞ്ഞാൽ, കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൊല്ലത്ത് വരുമ്പോഴത്തേക്ക് പ്രാക്കുളം വഴി വന്നു കഴിഞ്ഞാലാണ് നമുക്കിവിടെ റോഡ് വഴി വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കൊല്ലത്ത് വന്നിട്ട് ഈ സാമ്പ്രാണിക്കൊടിയിലേക്ക് പ്രത്യേകം ബോട്ട് വേറെ ഉണ്ട്. ഒന്നുകിൽ അതുവഴി വരിക, അല്ലെങ്കിൽ റോഡ് വഴി വരികയാണെങ്കിൽ ഈ പ്രാക്കുളം വഴി ഇവിടെ വന്നു കഴിഞ്ഞാൽ കൗണ്ടർ നമ്പർ 1, 2, 3 എന്നൊക്കെ ഉണ്ട്. പക്ഷേ 1 ആണ് അതിൻ്റെ പ്രധാനമായിട്ടും ഇവിടെ തൊട്ട് അടുത്ത് ഉള്ള സ്ഥലമെന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത് അവിടെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി അവിടെ നിന്ന് അവിടെ കുറേ കണ്ടൽ കാടുകളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിക്കാനുള്ള ചെറിയ കടകൾ പോലത്തെയൊക്കെ ഈ മുട്ടോളം വെള്ളത്തിൽ അവർ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ഈ ജലഗതാഗതം വികസിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഹബ്ബുകളിൽ ഇറങ്ങിയിട്ടുള്ള ഈ യാത്രയും നമുക്ക് ശരിക്കും എൻജോയബിളായിട്ടുള്ള ഒന്ന് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടി വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ആഴമുണ്ടെന്ന് തോന്നും. പക്ഷേ നമുക്കിവിടെ ഇറങ്ങാം എന്നുള്ളതാണ്. വെള്ളത്തിൽ ഇവിടെ ഇറങ്ങാമല്ലോ. ഇവിടെ ഓക്കെ. സാമ്പ്രാണിക്കൊടിയിൽ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ല എന്ന് വേണ്ട. അപ്പോൾ ഇതാണ് ഇവിടെ വന്നാലുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അഷ്ടമുടിക്കായലിൻ്റെ മധ്യത്ത് നമുക്കിറങ്ങി നടക്കാൻ പറ്റും. ഈ തണുത്ത വെള്ളത്തിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഇതാണ് സാമ്പ്രാണിക്കൊടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മളിപ്പോൾ എത്തിയപ്പോഴത്തേക്കാണ്ട് കറക്റ്റ് 12 മണിയാണ്. ഉച്ചയ്ക്ക് വന്നിട്ടും ഈ വെയിലൊന്നും നമ്മൾ അനുഭവപ്പെടുന്നില്ല. കാരണം വെച്ചാൽ ഈ തണുത്ത വെള്ളമല്ലേ നമ്മളെ കാലിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വൈകുന്നേരത്ത് ഇവിടെ ശരിക്കും ആൾക്കാർ വരെയും നമുക്ക് കാണുന്ന പോലെ അവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഏതാണ് ചെറിയ ഫുഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരത്തെ പോകുന്നുള്ളാവും.
ഇവിടെ വരുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബോട്ടിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞ് ഒരു തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഒത്തിരി വെള്ളം കൂടുതലാണ്. ഇത് ഭയങ്കര രസമുള്ള ഒരു ഹോളിഡേ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് കുട്ടികളും ഈവൻ പ്രായമുള്ളവർ വന്നാലും ഇത്രയേ ഉള്ളൂ വെള്ളമുണ്ട്, നമുക്കത് ഫീൽ ചെയ്യത്തേ ഇല്ല. കാര്യം ഇവിടെയൊക്കെ ബോട്ട് ഓടുന്നു, ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ മണ്ണ് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കടകളുമുണ്ട്. ഇതിൻ്റെ അഷ്ടമുടി കായലിൻ്റെ മധ്യത്ത് തന്നെ നമുക്ക് അവിടെ പോയി നടന്ന് എന്തൊക്കെ ഉണ്ടെന്ന് ചുമ്മാ ഒന്ന് നോക്കാം. വല്ലതും വാങ്ങണമെങ്കിൽ വാങ്ങാം. ഇത് കപ്പയും കറിയാണ്. നല്ല കപ്പയും കറിയും ഇവിടെ വന്നിരുന്നാൽ മേടിച്ച് കഴിക്കാനും പറ്റും കേട്ടോ. കപ്പയും കറിക്ക് എത്രയാണ്? ഒരു പ്ലേറ്റ് 150. കപ്പയും കല്ലുമ്മേക്കായും കറി, ചമ്മന്തി, സലാഡ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ വന്ന് ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുക. അതിൻ്റെ മുകളിലൊക്കെ കയറി ബെഞ്ചൊക്കെ ഉണ്ട്. ബെഞ്ച് വെള്ളത്തിൻ്റെ മുകളിലോട്ട് വെച്ചിരിക്കുകയാണ്. കസേര. ഓക്കെ, വിനോദ് വില്യമാണ്. ഇവിടെയാണ് കച്ചവടം. ഓ, ആള് കുറവല്ലേ, അതുകൊണ്ടാണ് ഫ്രണ്ടിലോട്ട് ഇരിക്കുന്നത്. അല്ലാത്തപ്പോ എല്ലാം ബാക്കിലാണ് കട. ഓ, ഇവിടെ എല്ലാം ആളുകളായിരിക്കും. നമ്മുടെ ഇവിടെ കടയിൽ 30-40 ഉണ്ട്. ആ, സംഭാരമുണ്ട്. 40. ഇന്ന് ആള് കുറവാണല്ലേ? ഇന്നാള് കുറവാണ്. ഇത് മൺചട്ടിയിൽ നിങ്ങൾ ഇതാ കൊടുക്കുന്നത്, സംഭാരം കൊടുക്കുന്നതാണ്. ഓ, ഓക്കെ. അല്ല വേണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളത്. ഇതെല്ലാം ഓ, പൈപ്പിലെ വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ട്. ഓ, അങ്ങനെയാണ്. കുറച്ച് ചൂടടിക്കുമ്പോൾ അവർ വരും. ഇല്ലേ, വരാം കേട്ടോ. ഓ, എവിടെന്നാ വരുന്നത്? പത്തനംതിട്ട. അപ്പോൾ ഈ പത്തനംതിട്ട ഇവിടെ വരാൻ വേണ്ടി വന്നതാണോ? ഓ, ശരി. എങ്ങനെ അറിഞ്ഞു ഇവിടുത്തെ ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട്? നമ്മളുടെ മമ്മി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. ഓ, അപ്പം നമ്മൾ കസിൻസ് 3 പേര്. ഓ, നമ്മൾ പുറത്താനും ട്രിപ്പ് പോയിട്ട് വന്നതാ. അപ്പം ഇവിടെ വരാന്ന്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് റോഡ് വഴി വന്നോ അതോ ബസ്സിന് വന്നു? എങ്ങനെയാണ് റൂട്ട് എടുത്തത്? കൊല്ലത്തുനിന്ന് രാവിലെ ഞങ്ങൾ 6:15 ഞങ്ങൾ അവിടുന്ന് കിഴക്കോരത്തുനിന്ന് ഞങ്ങൾ വരുന്നത്. കിഴക്കോരത്തുനിന്ന് പത്തനംതിട്ട ഇറങ്ങി. പത്തനംതിട്ടയിൽ നിന്ന് 6:40 ബസ് കൊല്ലത്തെത്തി. കൊല്ലത്തുനിന്ന് ഞങ്ങൾ വേറൊരെണ്ണം സാമ്പ്രാണിക്കൊടിയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ നടന്നു. ഓ, നടന്ന് ഇവിടെ വന്നിട്ട് 150 രൂപ കൊടുക്കണം അല്ലേ? 150 രൂപ കൊടുത്ത് ഇനിയിപ്പോൾ എത്ര സമയം ഇവിടെ നിൽക്കും? വെള്ളത്തിൽ പോയി 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ പോകാം. അരമണിക്കൂർ. ഓ, അരമണിക്കൂർ 100 രൂപ കൊടുത്താൽ വെള്ളത്തിൽ പോവാം. ഇതെല്ലാം കറങ്ങി ഫുഡും കഴിച്ചു. ഓ, ഞങ്ങൾക്ക് ഇഷ്ടമായി. വെള്ളമൊക്കെ അടിപൊളി. അവിടെ മരത്തിലൊക്കെ ഇരിക്കാം. ഓ, ഇത് വെരി ഗുഡ് കേട്ടോ. ഞങ്ങളും ഇത് യഥാർത്ഥത്തിൽ ഇന്ന് ഇത് പ്ലാൻ ചെയ്ത് വന്നതല്ല, ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകാൻ വന്നതാണ്. അപ്പോൾ ഈ ബോട്ട് സർവീസ് ഉണ്ടല്ലോ, അഷ്ടമുടി ബോട്ട് സർവീസ്, അവർ കയറി പറഞ്ഞ് ഇവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്നതാണ്. അത് തന്നെ അഷ്ടമുടി എന്ന് പറയുന്നൊരു ബോട്ട് സർവീസ് ഉണ്ട്, സർക്കാരിൻ്റെ അത് സി അഷ്ടമുടി എന്ന് പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ പോണ വഴി ഇവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നിറങ്ങി. ഇത് സർപ്രൈസായിട്ട് വന്ന സ്ഥലമാണ്. ഓക്കെ, വെരി ഗുഡ്. വളരെ സന്തോഷം. ഓക്കെ.
വന്നു കഴിഞ്ഞാൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ടുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഏരിയ മൊത്തം ഒന്ന് കറക്കി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. നമ്മളിപ്പോൾ കൊല്ലത്തു നിന്ന് വന്നതുകൊണ്ടാണ് നമ്മൾ വലിയ ബോട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കപ്പയും മീൻകറിയും എല്ലാം മേടിച്ച് കഴിക്കാം, ഡ്രിങ്ക്സ് എല്ലാം മേടിച്ച് കഴിക്കാം, മാങ്ങ എല്ലാം മേടിച്ച് കഴിക്കാം. ഇതെല്ലാം കഴിഞ്ഞാൽ 100 രൂപ കൊടുത്ത് ഒരു ബോട്ട് ട്രിപ്പും എടുത്ത് കറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം വേണമെങ്കിൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഈ മരത്തിലൊക്കെ ഒന്ന് കയറാൻ പറ്റിയാൽ സൗകര്യം. അവിടെ നിന്ന് പിള്ളേർ ഇറങ്ങണേ നമ്മളൊന്ന് ട്രൈ ചെയ്യും. സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പോപ്പുലർ ആക്കിയത് ഈ യൂട്യൂബേഴ്സാണ്. അത് കാണുമ്പോൾ ഞാൻ എന്നും ആലോചിക്കുമായിരുന്നു, എന്ന് ഇവിടെ പോകാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇന്ന് വളരെ സർപ്രൈസായിട്ടാണ് നമുക്കിങ്ങനൊരു അവസരം കിട്ടുകയും ഈ ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്നൊക്കെ ബോർഡൊക്കെ കാണുന്നുണ്ടല്ലോ. അല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ റിയലി ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ സ്ഥലം കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വന്നിട്ട് തന്നെ നമുക്ക് വേറെ ബോട്ടെടുത്ത് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വരാം. 150 രൂപ ഇവിടെ വരാനും ഇവിടെ നിന്ന് വേറെ ബോട്ടെടുത്ത് കറങ്ങാൻ 100 രൂപയും. അപ്പോൾ 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒന്നുകിൽ നമ്മൾ ചെറിയ ഫുഡുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും, എല്ലാം മേടിക്കാൻ കിട്ടും. കപ്പയും കറിയും ഒക്കെ അപ്പോഴപ്പോഴ് വെച്ചത് ഇവിടെ എത്തിക്കുന്നുണ്ട്, അവർ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു ഹോളിഡേ നമുക്കിങ്ങനെ കായലിൻ്റെ അഷ്ടമുടി കായലിൻ്റെ മധ്യത്ത് ഇറങ്ങി നടന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഏതായാലും എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം കൂടി തന്നെയാണ് ഈ സാമ്പ്രാണിക്കൊടി അഷ്ടമുടി കായലിൽ. നമുക്ക് ഈ കൊല്ലത്ത് ആശ്രാമം മൈതാനത്തിൻ്റെ തൊട്ടിപ്പുറത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട്, കല്ല് സോഡ എന്നാണ് പറയുന്നത്. വളരെ പോപ്പുലറാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ക്യൂ നിന്നിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കല്ല് സോഡ. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു കല്ല് സോഡ എന്താണെന്നൊന്ന് കഴിച്ചിട്ട് പോകാം. നല്ല എനർജി കിട്ടും, ഈ ചൂടത്ത് നല്ലതാണെന്നൊക്കെ പറയുന്നു. നമുക്ക് ഏതായാലും ഒരു കല്ല് സോഡ കഴിച്ചിട്ട് പോകാം. നമുക്കൊരു 4 കല്ല് സോഡ, 4. ഇതാണ് ഇവിടുത്തെ വളരെ പോപ്പുലറായ കല്ല് സോഡ എന്ന് പറയുന്നത്. ഇപ്പോൾ ആശ്രാമ മൈതാനത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കുന്നത്. കാരണം നമ്മൾ ചാൻസ് എടുക്കാത്തതാണ്, വെളിയിൽ പോയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചത് നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. എന്തൊക്കെയോ സോഡകൾ മിക്സ് ചെയ്തിട്ട് പുള്ളിയുടെ മാത്രം റെസിപ്പിയാണ്. നാരങ്ങയൊക്കെ പൊഴിഞ്ഞ് വെച്ച് നമുക്ക് കാണാമല്ലോ അവർ ഒഴിക്കുന്നതൊക്കെ ഉണ്ടല്ലോ.
നല്ല റിഫ്രഷിംഗ് ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഡ്രിങ്ക് തന്നെയാണ് ഈ കല്ല് സോഡ. പല വെറൈറ്റിയും കിട്ടും. ഈ കല്ല് സോഡ എന്ന് പറഞ്ഞാൽ നാരങ്ങയ്ക്ക് പകരം പൈനാപ്പിളൊക്കെ ചേർത്തൊക്കെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏത് വേണോ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് നാരങ്ങ വെച്ചുള്ളതാണ്, വളരെ ടേസ്റ്റി ആയിരിക്കും. കൊല്ലത്ത് വരുമ്പോൾ നമുക്ക് കാണേണ്ട മറ്റൊരു അട്രാക്ഷനാണ് കൊല്ലത്തെ അഡ്വഞ്ചറസ് പാർക്ക് എന്ന് പറയുന്നത്. അതിന് എൻട്രി ഫീ വരുന്നത് 24 രൂപയാണ്. രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. ഞങ്ങൾ ഏതായാലും അകത്തേക്ക് കയറുന്നില്ല എന്ന് പറയുന്ന ഒരു ദിവസം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ്. കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള കൊല്ലത്തെ ഒരു അഡ്വഞ്ചറസ് പാർക്കാണ് നമ്മൾ ഈ പുറകിൽ കാണുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ആലപ്പുഴ സ്റ്റൈലിലേക്കാണ് പോകുന്നത്. അടുത്ത ജില്ല, ഇതിന് തൊട്ടടുത്ത ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയാണ്. ഞങ്ങൾ ഏതായാലും ഈ തീരദേശ വഴി തന്നെയാണ് കാസർഗോഡ് വരെ പോകുന്നത്. പക്ഷേ ഏതായാലും ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇവിടെ നേരെ ആലപ്പുഴയ്ക്കാണ്. ഓച്ചിറ എത്തിയിരിക്കുകയാണ്. ഓച്ചിറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ദൈവിക സങ്കല്പമാണ്. കൊല്ലത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ആ ബോർഡർ സ്ഥലമാണ്. സാധാരണഗതിയിൽ നമ്മളൊരു അമ്പലം എന്ന് പറയുമ്പോൾ നാൽക്കെട്ടും ഗോപുരങ്ങളും എല്ലാം ഉള്ള ഒരു ഇമാജിനേഷനാണ് നമ്മുടെ മൈൻഡിൽ വരുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഓച്ചിറ പരബ്രഹ്മം. ഇവിടുത്തെ പ്രധാനമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ഓച്ചിറ കളി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഓച്ചിറ കളി എന്ന് പറയുന്നത് തന്നെ മുമ്പുണ്ടായിരുന്ന ആയുധ കലകളുടെ യുദ്ധമുറകളാണ് ഇവിടെ വിവിധ വേഷം കെട്ടി നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നത്, ഈ ഓച്ചിറ കളി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായ ഒരു ആത്മീയ സ്ഥലമാണ് ഓച്ചിറ. നമ്മൾ ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോകുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളും ഇത്രയും വ്യത്യസ്തമായ സ്ഥലങ്ങളും കൂടി ഉൾപ്പെടുത്തി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുറച്ച് സമയം നിങ്ങൾക്ക് ആത്മീയമായിട്ട് ഇരിക്കാനും പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. മാത്രവുമല്ല, നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഓച്ചിറ കാളകളെന്ന് പറയും. അപ്പോൾ എന്താണ് ഈ കാളകൾക്ക് ഈ അമ്പലവുമായിട്ടുള്ള പ്രാധാന്യം എന്ന് ചോദിച്ച് അറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ഈ പരബ്രഹ്മത്തിൻ്റെ വാഹനമാണ് കാളകൾ. അപ്പോൾ ആൾക്കാർ നേർച്ചയായി ഇവിടെ കൊടുക്കുന്നത് തന്നെ കാളകളെയാണ്. അപ്പോൾ ഇവിടെ ഈ കാളകളെ എല്ലാം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ധാരാളം ഇത്തരത്തിലുള്ള കാളകൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഈ ഓച്ചിറ കാളയുടെ പ്രത്യേകതയെന്നും മനസ്സിലാക്കി വരുന്നു. ഇവിടെ ഈ കാളകളെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചു മനസ്സിലായി അവർ വളരെ ചെറുപ്പത്തിലേ ഇവിടെ വന്നവരാണ്. 65 വയസ്സൊക്കെ ആയി ഇപ്പോഴും ഇതും കാളയും വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതെന്നും അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇത്രയും ഓപ്പണായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ഓച്ചിറ പരബ്രഹ്മം. കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, നമ്മൾ ആലപ്പുഴയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അഴീക്കൽ ബീച്ചിലെത്തും. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇപ്പോൾ 5 മണിയായി, ഒരു 5-5:45 ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് നേരം ഇരുട്ടുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് അഴീക്കൽ ബീച്ചിലേക്കാണ്.
നമ്മൾ അഴീക്കൽ തീരത്തേക്ക് പോകുന്ന വഴി ഇപ്പോൾ വലിയ അഴീക്കൽ പാലമാണ് ഈ ബാക്കിൽ കാണുന്നത്. അവിടെ കാണുന്നത് ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ള വ്യൂ അതിമനോഹരമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇതെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ മറുവശത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കടൽ തീരത്ത് എത്താൻ കഴിയും. ഏതായാലും ഇപ്പോൾ നമ്മൾ കൊല്ലത്തുനിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയുള്ള സ്ഥലങ്ങളാണ്. ഏതായാലും ഇവിടെയൊക്കെ വന്നാൽ വൈകുന്നേരങ്ങളിൽ അതിമനോഹരമായ കാഴ്ചകൾ കാണാനും നമ്മൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു സുന്ദര പ്ലേസ് കൂടിയാണ് അഴീക്കൽ. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ നമുക്ക് പ്രവാസി മലയാളികൾക്ക് മിസ്സാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ തന്നെ നോക്കിയാൽ കാണാം, 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ബീച്ചുകളിൽ വരുന്നു, അവരുടെ മനസ്സ് ക്ലിയർ ചെയ്യുന്നു, സമാധാനമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഒരുപക്ഷെ വിദേശ മലയാളികൾ പലപ്പോഴും മിസ് ചെയ്യുന്നത് എവറി ഡേ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്കൊരു സമ്മർ ഹോളിഡേ വരുമ്പോൾ എവിടെയെങ്കിലും ഹോളിഡേക്ക് പോകുന്ന അല്ലാതെ ഡെയിലി നമുക്ക് ഒരുപക്ഷെ വെതർ നമ്മൾക്ക് അത്രയും അനുകൂലമല്ലായിരിക്കും. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും അനുകൂലമായ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് എവറി ഡേ നമുക്കൊരു സീസൈഡിൽ പോകാനായിട്ടോ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ ഏരിയയിലുള്ള ആൾക്കാർ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇനിയും ആൾക്കാർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇത്രയധികം കടകളും എല്ലാം ഇവിടെ ഉള്ളത്. കാര്യം ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു 3-4 പാർക്കിംഗ് ഏരിയാസും ആൾക്കാർ ഇങ്ങനെ ഈവനിങ് ആയപ്പോൾ സണ്ണിൻ്റെ കാഠിന്യം കുറഞ്ഞപ്പോൾ ആൾക്കാരുടെ ഫ്ലോ വളരെ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ആലപ്പുഴ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും വൈബാണെങ്കിൽ ആലപ്പുഴ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിലെ ടൂറിസ്റ്റുകളെ ഇത്രയധികം ആകർഷിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്, വളരെ ക്ലീൻ. നമുക്ക് ഈ പുറത്ത് കാണുന്ന പോലെ ഒരു കുപ്പിയോ ഒരു പ്ലാസ്റ്റിക് സാധനങ്ങളോ ഒന്നുമില്ലാതെ ആരോ ഇത് വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അഴീക്കൽ ബീച്ച് എന്ന് പറയുന്നത്. ലോങ് ബീച്ചാണ്. ഇവിടെ ശരിക്കും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബീച്ച് ഹോളിഡേ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. കാര്യം കാർ പാർക്കിംഗ് ഉണ്ട്, ചെറിയ ചെറിയ കടകളെല്ലാം ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള റിഫ്രഷ്മെൻറ്റ്സിനുള്ള എല്ലാം ചായ, കോഫി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കൊരു ഹോളിഡേക്ക് പറ്റിയ ശരിക്കും ഒരു മൂഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അഴീക്കൽ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.